വീഡിയോ 8 ശാസ്ത്രത്തിൻ്റെ ആദ്യഘട്ടം അടിസ്ഥാന പ്രശ്നങ്ങൾ. ശാസ്ത്രം എന്ന വിജ്ഞാനശാഖയെ മുൻ വീഡിയോയിൽ നാം നിർവചിച്ചുവല്ലോ. അതനുസരിച്ച് ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ച കാര്യകാരണ ബന്ധങ്ങൾ പരീക്ഷണങ്ങളിലൂടെ നിർണ്ണയിക്കുന്ന വിഷയമാണ് ശാസ്ത്രം. അതിനുവേണ്ടി ശാസ്ത്രം പാലിക്കുന്ന നടപടിക്രമങ്ങൾ ശാസ്ത്രീയ രീതി, അതായത് സയൻറ്റിഫിക് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്രകാരമുള്ള ശാസ്ത്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ നടന്ന നവോത്ഥാനം, അതായത് റിനൈസാൻസ് മൂലമാണ്. അതിന് ശാസ്ത്രീയ വിപ്ലവം, വ്യവസായ വിപ്ലവം, മതനവീകരണം എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ക്രിസ്തുമതം ഏർപ്പെടുത്തിയ ചങ്ങലകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ മോചിപ്പിക്കാനുള്ള ശ്രമം ശാസ്ത്രീയ വ്യാവസായിക വിപ്ലവങ്ങൾക്ക് കരുത്തേകി. അതിൻ്റെ തുടർച്ചയായി വളർന്നു പന്തലിച്ച ശാസ്ത്രങ്ങളിൽ മുഖ്യമായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ്. ഇത്തരുണത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം എടുത്തു പറയേണ്ടതുണ്ട്. ഭൗതിക വസ്തുക്കളുടെ പൊതുവായ ഘടനയും ഗുണങ്ങളും ചലന നിയമങ്ങളും ആണ് ഫിസിക്സിൻ്റെ വിഷയം. അങ്ങനെ അത് ഭൗതിക ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള സവിശേഷതകൾ പഠിക്കുന്നു. എന്നാൽ പ്രത്യേക ഭൗതിക വസ്തുക്കളുടെ കാണാവുന്ന ഗുണങ്ങളും രാസപ്രവർത്തനങ്ങളും കാര്യകാരണ ബന്ധങ്ങളും പഠിക്കുകയാണ് കെമിസ്ട്രിയുടെ ലക്ഷ്യം. ഫിസിക്സിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് കെമിസ്ട്രിയിലെയും മറ്റ് ശാസ്ത്ര വിഷയങ്ങളിലെയും നിയമങ്ങൾ രൂപപ്പെടുന്നത് എന്ന് പ്രസ്താവിക്കാം. ആ നിലയ്ക്ക് ഫിസിക്സ് തന്നെയാണ് അടിസ്ഥാന ശാസ്ത്രം. ശാസ്ത്രമേഖലയുടെ ഏറ്റവും കാതലായ പ്രശ്നം പ്രപഞ്ചത്തിൻ്റെ ആരംഭം എങ്ങനെ എന്ന ചോദ്യമാണ്. സ്വാഭാവികമായി അതിനുള്ള ഉത്തരം ഫിസിക്സ് വഴിയാണ് കിട്ടേണ്ടത്. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ ഫിസിക്സിൻ്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. ഭൗതിക ലോകത്തിൻ്റെ മൗലിക ഘടകങ്ങളാണല്ലോ ദ്രവ്യം, ഊർജം എന്നിവ. ഫിസിക്സ് ഗവേഷണങ്ങൾ ആത്യന്തികമായി ശ്രമിക്കുന്നത് ദ്രവ്യവും ഊർജവും എന്താണെന്ന് മനസ്സിലാക്കാനാണ്. നാം സാധാരണയായി കാണുന്ന ഭൗതിക ലോകത്തെ സംബന്ധിച്ച പഠനമാണ് ക്ലാസിക്കൽ ഫിസിക്സ്. 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് അതിൻ്റെ വികസനം നടന്നത്. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ആധുനിക ഫിസിക്സ് ആവിർഭവിച്ചു. അതിൻ്റെ 3 പ്രധാന ശാഖകളാണ് ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫീൽഡ് തിയറി, ക്വാണ്ടം കോസ്മോളജി എന്നിവ. ഇപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് ഹ്രസ്വമായി പറയാം. യൂറോപ്പിലെ ശാസ്ത്രീയ വിപ്ലവം ആരംഭിക്കാനുള്ള പ്രധാന കാരണങ്ങൾ കോപ്പർനിക്കസ്, കെപ്ലർ, ഗലീലിയോ എന്നീ മഹാശാസ്ത്രജ്ഞരാണ്. മനുഷ്യൻ കാണുന്ന വസ്തുക്കളുടെ നിർമ്മാണ വസ്തു അണുക്കൾ, അതായത് ആറ്റംസ് ആണ് എന്ന തത്വം പുരാതന ഗ്രീസിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അത് ഗ്രീക്ക് അറ്റോമിസം എന്നറിയപ്പെടുന്നു. അതനുസരിച്ച് അണുക്കൾ ദ്രവ്യത്തിൻ്റെ അതിസൂക്ഷ്മമായ ഏകകങ്ങളാണെന്ന് സങ്കല്പിക്കപ്പെട്ടു. അണുക്കൾ ചേർന്ന് പല വലുപ്പത്തിലും ഘടനയിലും ഉള്ള പദാർത്ഥങ്ങൾ ഉണ്ടായി, വാനഗോളങ്ങൾ ഉൾപ്പെടെ. ഈ പ്രാചീന തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗലീലിയോ താൻ കണ്ടുപിടിച്ച ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വാനഗോളങ്ങളെ നിരീക്ഷിച്ചത്. അപ്പോഴാണ് ഭൗതികം, അതായത് ഫിസിക്കൽ എന്ന ആശയം ഉത്ഭവിച്ചത് എന്ന് പറയപ്പെടുന്നു. ദ്രവ്യം, ഊർജം എന്നീ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ച വിഷയത്തെ അഥവാ വസ്തുവിനെ ആണ് ഭൗതികം, ഫിസിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ആശയമാണ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ മൗലിക തത്വം. ഐസക് ന്യൂട്ടൻ അണുക്കളും പദാർത്ഥങ്ങളും വാനഗോളങ്ങളും പാലിക്കുന്ന ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് മൂലമാണ് ക്ലാസിക്കൽ ഫിസിക്സ് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. അതിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർന്ന ശാസ്ത്ര വിഷയങ്ങളെ പൊതുവായി ക്ലാസിക്കൽ സയൻസ് എന്ന് വിളിക്കാം. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നിവയാണ് അതിൻ്റെ മുഖ്യശാഖകൾ. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയാണ് ക്ലാസിക്കൽ ശാസ്ത്രത്തിൻ്റെ സുവർണകാലം. എന്നാൽ പദാർത്ഥങ്ങളുടെ രൂപീകരണത്തിനും ചലനത്തിനും രാസപ്രവർത്തനത്തിനും ആവശ്യമായ ഊർജത്തെപ്പറ്റി വ്യക്തമായ ധാരണകൾ ക്ലാസിക്കൽ ശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ദ്രവ്യവും ഊർജവും
പരസ്പര ബന്ധമില്ലാത്ത സ്വതന്ത്ര സത്തകളാണെന്ന സങ്കല്പം ഒരു അടിസ്ഥാന തത്വമായി സ്വീകരിക്കപ്പെട്ടിരുന്നു. ഊർജത്തിൻ്റെ ആദ്യ അവസ്ഥ ഗുരുത്വാകർഷണ ബലം, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നും അതിൻ്റെ ഉറവിടം ദൈവമാണെന്നും ഐസക് ന്യൂട്ടൺ സങ്കല്പിച്ചത് ഇവിടെ എടുത്തു പറയാം. ആറ്റങ്ങളാൽ നിർമ്മിതമായ ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ച കാര്യകാരണ ബന്ധങ്ങളാണ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ വിഷയം. ഈ ഭൗതിക ശാസ്ത്രം ആരംഭിച്ചിട്ട് 5-6 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ എന്ന് സൂചിപ്പിച്ചല്ലോ. അതിനു മുമ്പ് പരമ്പരാഗതമായി നിലനിന്നിരുന്ന വൈദ്യശാസ്ത്രം, വാസ്തുശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, ടോളമിയുടെ ജ്യോതിശാസ്ത്രം മുതലായവ ഭൗതിക ശാസ്ത്രങ്ങളല്ല. അവയെ ആത്മീയ ശാസ്ത്രം, അതായത് സ്പിരിച്വൽ സയൻസ് എന്ന് വിരോധാഭാസ രീതിയിൽ വിശേഷിപ്പിക്കാം. മതവിശ്വാസവും ശാസ്ത്രീയ വസ്തുതകളും കൂടി കലർന്ന സങ്കര വിഷയങ്ങളാണവ. നാം സാധാരണയായി ഉപയോഗിക്കുന്ന എല്ലാ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലാസിക്കൽ ശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ്. മോട്ടോറുകൾ, ഫാൻ, വാഹനങ്ങൾ, വിമാനം, റോക്കറ്റ് എന്നിങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ എന്നീ വാനഗോളങ്ങളുടെ ചലന നിയമങ്ങൾ ഈ ശാസ്ത്രമേഖലയിൽ ഉൾപ്പെടുന്നു. എന്നാൽ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ മുതലായവയുടെ ടെക്നോളജി 20-ാം നൂറ്റാണ്ടിലെ ആധുനിക ഫിസിക്സ് മൂലമാണെന്ന് പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ക്ലാസിക്കൽ ശാസ്ത്രത്തെ സംബന്ധിച്ച് നാം നടത്തുന്ന അവലോകനം അനുസരിച്ച് ഉത്തരം കിട്ടേണ്ട അടിസ്ഥാന പ്രശ്നങ്ങൾ താഴെ എടുത്തു പറയാം. 1. എങ്ങനെയാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂളുകൾ, പദാർത്ഥങ്ങൾ എന്നിവ ഉണ്ടാകുന്നത്? ഊർജത്തിൻ്റെ ഉത്ഭവം എപ്രകാരമാണ്? 2. ഭൂമിയെയും സൂര്യചന്ദ്രന്മാരെയും മറ്റു വാനഗോളങ്ങളെയും കൃത്യരീതിയിൽ ചലിപ്പിക്കുന്ന പ്രകൃതി നിയമങ്ങൾ എവിടുന്ന് വന്നു? 3. ഭൂമിയിൽ ജീവനും മനസ്സും ഉണ്ടായത്, അതായത് ജീവലോകം രൂപപ്പെട്ടത് ശാസ്ത്രീയമായി വിശദീകരിക്കണം. ഇവിടെ ദ്രവ്യത്തിൻ്റെയും ജീവൻ്റെയും പരിണാമം എന്ന ആശയം പ്രസക്തമായി വരുന്നു. പ്രപഞ്ചത്തിൻ്റെ ആരംഭം എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി പരിഗണിക്കേണ്ടത് പ്രകൃതിയിലെ ആദ്യഘട്ടമായ ഭൗതികലോകം എങ്ങനെ ആരംഭിച്ചു എന്ന വിഷയമാണ്. ഈ അന്വേഷണം ഭൗതിക ലോകത്തിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ ആറ്റങ്ങളും ഊർജവും ഉണ്ടായത് എങ്ങനെ എന്ന ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത്. അതിനുത്തരമായി ക്ലാസിക്കൽ ഫിസിക്സ് എന്താണ് പറയുന്നത്? ക്ലാസിക്കൽ ശാസ്ത്രത്തിൻ്റെ പ്രധാന സമസ്യകൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ ശാസ്ത്രീയ ജ്ഞാനവും മേൽപ്പറഞ്ഞ അടിസ്ഥാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പൊതുവായി പറഞ്ഞാൽ നമ്മുടെ അറിവ് ശരിയാണോ എന്നറിയാനുള്ള മാർഗം എന്താണ്? അതിനുവേണ്ടി നമ്മുടെ അറിവ് എന്താണെന്ന മർമ്മപ്രധാനമായ കാര്യം അടുത്ത വീഡിയോയിൽ വിശദമാക്കാം. ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.